ചില ദിവസങ്ങളിലൊക്കെ ചോറിന് കൂട്ടാനുകളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ചോറിന് വേറെ കറിയോ ഉപ്പേരിയോ ഒന്നും തന്നെ ആവശ്യമില്ല, ഇത് മാത്രം മതി ഒരു പ്ലേറ്റ് ചോറിനാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കുക എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും, ഒരല്പം മല്ലിയില അരിഞ്ഞതും, പാകത്തിനുള്ള ഉപ്പും, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു ഇല്ലി കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ ഒരു വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം ഒന്നങ്ങ് മാറിയിട്ട് വരണം കേട്ടോ. ചെറുതായിട്ടൊന്നങ്ങ് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി പോകരുത്, നമ്മുടെ മുട്ടയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/4 ടീസ്പൂൺ ഗരം മസാലയും, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. മസാല ഒന്നങ്ങ് മൂത്ത് വരണം കേട്ടോ. ആ ഒരു മസാലയുടെ ഒരു പച്ച മണമൊക്കെ ഒന്നങ്ങ് മാറി വരണം. അപ്പോൾ എണ്ണ കുറവാണെങ്കിൽ, വെളിച്ചെണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മസാല ഒന്ന് നന്നായിട്ട് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മസാല ഒന്ന് ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു മസാല പാനിൽ ഇതുപോലെ അങ്ങ് നിരത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എഗ്ഗ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി തീ നന്നായിട്ട് കുറച്ച് വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആവിയൊന്നും ഒട്ടും പുറത്തേക്ക് പോകാത്ത ഒരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതങ്ങ് റെഡിയായി വരും കേട്ടോ. മുകൾ ഭാഗമൊക്കെ ഇതുപോലെ അങ്ങ് റെഡി ആയി കഴിഞ്ഞാൽ, ഒന്നങ്ങ് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം കൂടെ ഒരു 2-3 സെക്കൻഡ് ഒന്ന് അങ്ങ് ഡ്രൈ ആയിട്ടില്ലെങ്കിൽ കുറച്ച് സമയം വെക്കുക. അപ്പോൾ ഡ്രൈ ആയി വന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരു 5 സെക്കൻഡൊക്കെ ഒന്നങ്ങ് വെച്ച് കൊടുത്താൽ നമുക്കിത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഇതങ്ങ് ചൂട് ചോറിലേക്ക് വെച്ചിട്ട് ഒരു കഷ്ണം വെച്ചിട്ട് കുഴച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. വേറെ കറിയോ ഉപ്പേരിയോ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്